നമസ്കാരം. വന്ദേ ഭാരത് ട്രെയിൻ സ്ലീപ്പർ പതിപ്പിന്റെ രണ്ടാം ബ്രേക്ക് ദക്ഷിണ റെയിൽവേക്ക് അനുവദിക്കപ്പെടുമെന്ന ശുഭസൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ്. മിക്കവാറും അത് തിരുവനന്തപുരം മംഗളൂരു പാതയ്ക്കായിരിക്കും ലഭിക്കുക എന്ന സാധ്യതകളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്ത്യൻ ട്രെയിൻ യാത്ര യൂറോപ്യൻ നിലവാരത്തിലേക്ക് എത്തിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അടുത്തിടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം ഇത്തരമൊരു അഭിപ്രായം പറഞ്ഞത് വന്ദേ ഭാരത് സ്ലീപ്പർ എഡിഷനെ മുന്നിൽ കണ്ടാണ്. ശീതീകരിച്ച കോച്ചുകൾ മാത്രമുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ പതിപ്പിൽ ഒരേ സമയം 823 യാത്രക്കാർക്ക് സഞ്ചരിക്കാനാകും. പുതിയ ട്രെയിൻ അനുവദിക്കപ്പെടുമ്പോൾ അത് തിരുവനന്തപുരം മംഗളൂരു റെയിൽവേ പാതയ്ക്ക് നൽകണമെന്ന ആവശ്യം നാളുകൾക്ക് മുൻപേ ശക്തമാണ്. ഇതുകൂടാതെ ചെന്നൈ ഹൈദരാബാദ് പാതയ്ക്കും ഇത്തരമൊരു ട്രെയിൻ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട്. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ സ്വീകാര്യത ലഭിച്ചത് കേരളത്തിലാണ്. കേരളത്തിൽ നിലവിലോടുന്ന 2 വന്ദേ ഭാരത് ട്രെയിനുകളും ഒക്യുപ്പൻസി റേറ്റിലും വളരെ മുന്നിലാണ്. അതുപോലെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരുടെ കണക്കിലും കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ്. ഇക്കാരണങ്ങൾ വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിൻ ഓടിക്കാൻ കേരളത്തെ തിരഞ്ഞെടുക്കുന്നതിന് സഹായകമാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കേരളത്തിൽ വന്ദേ ഭാരത് ട്രെയിൻ യാത്രകൾക്കായി ആഴ്ചകൾക്ക് മുമ്പ് ബുക്ക് ചെയ്താൽ മാത്രമേ ടിക്കറ്റ് ലഭ്യമാകുകയുള്ളൂ. ഇതിനൊപ്പം മംഗളൂരു തിരുവനന്തപുരം റെയിൽവേ പാതയിലെ രാത്രികാല യാത്രാക്ലേശവും പുതിയ ട്രെയിൻ എന്ന ആവശ്യത്തിന്റെ ശക്തി കൂട്ടുന്നുണ്ട്. നിലവിൽ ആകെ 3 ട്രെയിനുകളാണ് മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്നത്. മാവേലി എക്സ്പ്രസ്, മലബാർ എക്സ്പ്രസ്, ട്രിവാൻഡ്രം എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നത്. എന്നാൽ വന്ദേ ഭാരതിന്റെ കാര്യത്തിലെന്ന പോലെ ഈ ട്രെയിൻ യാത്രയ്ക്കും ആഴ്ചകൾക്ക് മുമ്പേ ബുക്ക് ചെയ്താലേ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. അതേസമയം വൈകുന്നേരം 6:15 മംഗളൂരുവിൽ നിന്നും പുറപ്പെടുന്ന മലബാർ എക്സ്പ്രസ് കഴിഞ്ഞാൽ അതിനുശേഷം മറ്റു ട്രെയിനുകൾ തിരുവനന്തപുരത്തേക്കില്ല. പിന്നീട് പകൽ സമയത്തെ യാത്രാ ട്രെയിനുകൾ ഈ റൂട്ടിൽ ഓടുന്നുള്ളൂ. ഇതെല്ലാം വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ രണ്ടാം റാക്ക് റൂട്ടായി മംഗളൂരു തിരുവനന്തപുരം പാതയെ പരിഗണിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണ്. രാജ്യത്തെ ഏറ്റവും അധികം യാത്രക്കാരുള്ള തീവണ്ടി പാതയിൽ വന്ദേ ഭാരത് സ്ലീപ്പർ അനുവദിച്ചാൽ അത് വൻ വിജയമായി തീരുമെന്ന ഉറപ്പ് റെയിൽവേക്കുമുണ്ട്. സാധാരണക്കാർക്ക് കൂടി താങ്ങാവുന്ന വിധത്തിലാകും വന്ദേ ഭാരത് സ്ലീപ്പർ പതിപ്പിന്റെ ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കുക എന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. വന്ദേ ഭാരത് സ്ലീപ്പർ പോലെ തന്നെ വന്ദേ ഭാരത് മെട്രോ ട്രെയിൻ സർവീസും രാജ്യത്തെ ഏറെ ശ്രദ്ധേയമായ യാത്രാ നേട്ടമാണ്. ഇപ്പോൾ നിലവിലുള്ള മെമു വണ്ടികളുടെ പരിഷ്കൃത രൂപമാണ് നഗരയാത്രയ്ക്കായി രൂപകൽപ്പന ചെയ്ത വന്ദേ മെട്രോ. ഈ അത്യാധുനിക മെട്രോയുടെ ആദ്യ സർവീസ് അഹമ്മദാബാദ് ഭുജ് പാതയിലാണ്. അഹമ്മദാബാദ് ഭുജ് പാതയിൽ ആഴ്ചയിൽ 6 ദിവസമായിരിക്കും വന്ദേ മെട്രോ സർവീസ്. ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി നിർമ്മിച്ച ഈ വണ്ടിയുടെ പരീക്ഷണയോട്ടം കഴിഞ്ഞ മാസമാണ് നടന്നത്. കുറഞ്ഞ ചിലവിൽ സൗകര്യപ്രദമായ പകൽ യാത്രയാണ് ഇതിന്റെ സവിശേഷത. അത്യാധുനിക സൗകര്യങ്ങളുള്ള ഈ ശീതീകരിച്ച വണ്ടിയിലെ കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് 30 രൂപയാണ്. മണിക്കൂറിൽ 110 മുതൽ 130 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വേഗത. 12 കോച്ചുള്ള ഈ വണ്ടിയുടെ ഒരു കോച്ചിൽ 100 പേർക്ക് ഇരിക്കാനും 200 പേർക്ക് നിൽക്കാനും കഴിയും. ഇതിൽ തീവണ്ടികൾ കൂട്ടിയിടിക്കാതിരിക്കാനുള്ള കവച സംവിധാനം ഘടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം സ്വയം പ്രവർത്തിക്കുന്ന വാതിലുകളും CCTV ക്യാമറകളും ഈ ട്രെയിനിലുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വൈകാതെ വന്ദേ മെട്രോ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇങ്ങനെയെല്ലാം റെയിൽവേ യാത്രാ നിലവാരം മെച്ചപ്പെടുത്തുന്ന നൂതന ഗതാഗത സംവിധാനങ്ങളാൽ ഇന്ത്യൻ റെയിൽവേ രാജ്യവികസനത്തിന് ലോകോത്തര നിലവാരം കൈമാറുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.